നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സാഹിത്യ ചിന്തയുടെ ദിവസമാണ്. ഞാൻ ഈ രാമായണ മാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ സങ്കടമോചന അഷ്ടകം ഒന്ന് പറയുകയാണ്. അതിൽ 3 അഷ്ടകങ്ങൾ പറഞ്ഞു. 3 ഘട്ടമായിട്ട് 8 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. സങ്കടമോചനൻ എന്ന് പേര് വരാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ബാലസൂര്യനെ വിഴുങ്ങിയ കഥ. ബജരംഗൻ എന്ന പേരുള്ള കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അതിമധുരമായ മനോഹരമായ പഴമാണ് ഉദിച്ചുയരുന്ന സൂര്യഭഗവാൻ എന്ന് കരുതി നമ്മുടെ ബജരംഗൻ അതങ്ങോട്ട് വിഴുങ്ങി വയറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ലോകം മുഴുവൻ ഇരുട്ടിലായി കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുമോ? സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഭൂമിയുടെ ലോകത്തിൻ്റെ മുഴുവൻ താളം തെറ്റില്ലേ? അതാ സംഭവിച്ചത്. എല്ലാവരും പ്രാർത്ഥിച്ചു, സൂര്യനെവിടെ എന്നൊക്കെ നോക്കുമ്പോൾ എന്താ, ബജരംഗൻ്റെ വയറ്റില്ല. എല്ലാ ദേവീദേവന്മാരും ശ്രമിച്ചു നോക്കി സൂര്യനെ പുറത്ത് കൊണ്ടുവരാൻ, പ്രകാശം കൊണ്ടുവരാൻ. സാധ്യമായില്ല. ചൂടുമില്ല, പ്രകാശവും ഇല്ല. ലോകത്തിൻ്റെ താളം തെറ്റി. എല്ലാ ദേവീദേവന്മാരും കൂടി ബജരംഗനെ, കുട്ടിയല്ലേ എന്ന് വെച്ചാലും സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയോട് പ്രാർത്ഥിച്ചു, സൂര്യഭഗവാനെ പുറത്തേക്ക് വിടൂ, നമ്മുടെ ലോകത്തിൻ്റെ താളം ഒക്കെ തെറ്റിപ്പോണല്ലോ എന്ന് പറഞ്ഞു. കുട്ടിയായ ബജരംഗൻ അപ്പോഴേ തന്നെ എല്ലാവരുടെയും ദുഃഖമകറ്റുമാറ് സൂര്യനെ പുറത്തു വിട്ടു. സൂര്യൻ്റെ പ്രകാശം പരന്നു, സൂര്യൻ്റെ ചൂട് ലഭിച്ചു, ഭൂമി ശാന്തമായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് സങ്കടമോചനം. രണ്ടാമതായിട്ട് അദ്ദേഹം ഇവിടെ പോയപ്പോൾ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തപ്പോൾ സുഗ്രീവൻ്റെ വാനരാധികളുടെ സങ്കടം തീർത്ത് രണ്ടാമതും അദ്ദേഹം സങ്കടമോചനനായി. സങ്കടം തീർത്തു, വാനരന്മാരുടെ സങ്കടം തീർത്തു. സുഗ്രീവനുമായിട്ടും ശ്രീരാമനുമായിട്ടും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത് പരസ്പരം സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത് സുഗ്രീവൻ്റെ സങ്കടവും തീർന്നു, ശ്രീരാമസ്വാമിയുടെ സങ്കടവും തീർന്നു. സീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴേ അപ്പം രണ്ടാമതും സങ്കടമോചനനായി. മൂന്നാമത് സങ്കടമോചനനായി ഇതെപ്പോഴാണോ? സീതാദേവി അന്വേഷിച്ച് പോയി. തെക്ക് ഭാഗത്തേക്ക് പോയ അംഗദൻ്റെ നേതൃത്വത്തിൽ, യുവരാജാവായ അംഗദൻ്റെ നേതൃത്വത്തിൽ പോയ കൂട്ടത്തിൽ ജാമ്പവാനും ഹനുമാനും ഒക്കെ ഉണ്ടായിരുന്നു. സീതയെ കണ്ടില്ല. 1 മാസം കഴിഞ്ഞ് സീതയെ കാണാണ്ട് ഒരു വിവരമില്ലാണ്ട് ഇങ്ങോട്ട് വന്ന സുഗ്രീവാജ്ഞാണ് കഴുത്ത് വെട്ടികളെ, അത്രേ ഉള്ളൂ. കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇനി പോയിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു, നമുക്കൊരു വിവരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് സമ്പാതി പറഞ്ഞത്, അക്കരെ, സമുദ്രത്തിനക്കരെ ലങ്കയിൽ ഒരുപക്ഷെ കാണുമെന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. അവിടേക്ക് ചാടിക്കടക്കണം. ആര് ചാടിക്കടക്കും? ജാമ്പവാൻ ഹനുമാൻ്റെ ആ പൂർവ്വകാല കഥ, സൂര്യനെ വിഴുങ്ങിയതും ചാടിപ്പിടിക്കാൻ പോയതും, പഴമാണെന്ന് കരുതി ചാടിപ്പിടിക്കാൻ പോയ കഥയും ഒക്കെ അങ്ങ് പറഞ്ഞപ്പോൾ, പല പല വീരകഥകളും ഒക്കെ പറഞ്ഞപ്പോൾ ഹനുമാൻ അങ്ങോട്ട് വലുതായി. അങ്ങോട്ട് ശരീരത്തെ അങ്ങോട്ട് വലുതാക്കി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് അശോകവൃക്ഷത്തണലിലിരിക്കുന്ന സീതാദേവിയെ കണ്ട് ശ്രീരാമൻ്റെ അടയാളവാക്യവും പറഞ്ഞു, മുദ്രാമോതിരവും കൊടുത്തു. അവിടുന്ന് ഇങ്ങോട്ട് അടയാളവാക്യവും സ്വീകരിച്ചു, ചൂടാരത്നവും സ്വീകരിച്ചു. എന്നിട്ട് വന്നു. അങ്ങനെ വാനരന്മാരുടെ മുഴുവൻ ജീവൻ പോണ സമയമാണല്ലേ. നമുക്കിനി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കിടന്നതാണ് ദർഭ വിരിച്ച്. അവരുടെ സങ്കടമൊക്കെ തീർത്തു. എങ്ങനെ? കണ്ടു ഞാൻ സീതയെ എന്നും പറഞ്ഞുകൊണ്ട് ചാടി വന്നില്ലെങ്കിൽ. അപ്പോഴും ശ്രീഹനുമാൻ സങ്കടമോചനനായി. 3 കാര്യങ്ങളും പറഞ്ഞു. ഇനി 4ാമത് പറയാൻ പോവുകയാണ് സങ്കടമോചനം. ഇപ്പോൾ സീതാദേവി ശിംശിപാവൃക്ഷ ചുവട്ടിലല്ലേ ഇരിക്കുന്നത്, അശോകമരത്തിൻ്റെ ചുവട്ടിൽ, ശ്രീലങ്കയിൽ രാവണൻ്റെ ഉദ്യാനത്തിൽ. ആ സമയത്ത്
അത് സീതാദേവിയേക്ക് ചുറ്റും നിന്ന് രാവണൻ്റെ ഭാര്യയാകാൻ പ്രേരിപ്പിക്കാൻ, രാവണനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പാട്ട് പാടുക. രാക്ഷസിമാരെ ഏൽപ്പിച്ചേക്കണതാ, കൂട്ടായിട്ട് ഇരുത്തിയേക്കണത് രാക്ഷസിമാരിങ്ങനെ രാവണൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പാടി പുകഴ്ത്തി. സീതയുടെ മനസ്സങ്ങനെ രാവണനെ മോഹിക്കാൻ തുടങ്ങിയ രാവണന് സീതാദേവിയെ ഭാര്യയാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സീതാദേവിയാണെങ്കിലോ രാമരാമേതി ജപിച്ചുകൊണ്ട് തൻ്റെ ആര്യപുത്രനെ മാത്രം സ്മരിച്ചുകൊണ്ട് അങ്ങനെ അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ദുഃഖിതയായിരിക്കുക. ആ സമയത്താണ് ഹനുമാൻ അങ്ങോട്ട് ചാടിച്ചെന്ന് സീതാദേവിയെ കണ്ട. കയ്യിൽ മുദ്രാമോതിരം കേട്ടോ. പക്ഷേ ഈ രാക്ഷസന്മാരുടെയും രാക്ഷസികളുടെ ഇടയിൽ വെച്ചിട്ട് എങ്ങനെയാണ് സീതാദേവിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടണത്? ഒരു ചെറുതായി ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഈ രാക്ഷസികൾ ഈ സീതാദേവി ഇട്ട് വിഷമിപ്പിക്കണത് കണ്ട് ഇങ്ങനെ ദേഷ്യം വന്നിരുന്നു കുറേ നേരം. അങ്ങനെ സീതാദേവിയാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു ദുരിതത്തിൽ ഞാൻ വന്ന് പെട്ടൂലോ, എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലല്ലോ, എന്നെ ഇങ്ങനെ അപമാനിക്കുകയല്ലേ പീഡിപ്പിക്കുകയല്ലേ എന്നൊക്കെ സങ്കടപ്പെട്ട ആ അശോകവൃക്ഷത്തോട് തന്നെ ചോദിക്കുക, എനിക്കല്പം അഗ്നി തരൂ, ഞാൻ അതിലങ്ങോട്ട് വെന്ത് ദഹിച്ച് പോവട്ടെ. ആത്മഹത്യ ചെയ്യാൻ തോന്നുക സീതാദേവിക്ക് ദുഃഖം കൊണ്ട്. അങ്ങനെ ഇരിക്കണ സമയത്ത് ഹനുമാൻ സ്വാമി മുദ്രാമോതിരം, ശ്രീരാമദേവൻ കൊടുത്ത മുദ്രാമോതിരം അങ്ങോട്ട് കൊടുത്തു. സീതാദേവിയുടെ ദുഃഖം മാറിയില്ലേ? മുദ്രാദേവൻ കണ്ടപ്പോൾ ആര്യപുത്രനെ കണ്ട പോലെയാണ് തോന്നിയേ. ആദ്യം സ്വപ്നമാണത്. രാക്ഷസന്മാർ വേഷം മാറി വന്ന് എന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണോ? എവിടെയാണ് ഈ രാമനാമം ചെല്ലൊക്കെ കള്ളത്തരാവുള്ളൂ എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ ഒന്നുകൂടി വളരെ സാവകാശത്തിൽ ഭവ്യതയോടെ അശോകവൃക്ഷത്തിൽ നിന്നും ഇറങ്ങി ഹനുമാൻ സീതാദേവിയുടെ മുമ്പിൽ ഒരു സാധാരണക്കാരുടെ വലുപ്പത്തിൽ തൊഴുകയോടുകൂടി പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് മുദ്രാമോതിരം കൊടുക്കുകയാണ്. ആ സമയത്ത് സീതാദേവിയുടെ സങ്കടം തീർത്ത് ഹനുമാന് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു. ഇതാണ് 4ാമത്തെ കവിതാ ശകലത്തിൽ പറയുന്നത്. ഞാൻ ഇതൊന്ന് വായിക്കാം. रावण त्रास रवूसिए को सब राक्षसी सोम कही शोक निवारो ताहि समय हनुमान महाप्रभु जाय मकार जनि चर मारो चाहद सीय अशोक समागिसो दय प्रभु मुद्रिगा शोक निवारो को नहीं जानत के जग में को नहीं जानत हे जग में कभी संगड़ मोजन नाम दिखारो को नहीं जानत हे जग में कभी संगड़ मोजन നാമോതിഹാരോ. ഈ കവിതാശകലത്തിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹനുമാൻ ചാലീസയിലുള്ളതാണ് സങ്കടമോചനാഷ്ടകം. അതിൽ 4ാമത്തെ കവിതയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ഇത്രയൊക്കെ ഭംഗിയിൽ ചെല്ലാൻ അറിയുള്ളൂ കേട്ടോ. സീതയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് രാവണൻ രാക്ഷസന്മാർക്ക് നിർദ്ദേശം നൽകി. ഉപദ്രവിച്ച് രക്ഷയില്ലാന്ന് കണ്ടിട്ട് എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കാമെന്ന് അങ്ങോട്ടും മനസ്സങ്ങോട്ട് വരുത്തി തീർക്കാനാണ് കൊടുത്തേക്കണേ രാവണ മഹാരാജാവ്. രാക്ഷസന്മാർക്ക് ഓർഡർ കൊടുത്തേക്കുക. അങ്ങനെയോ മഹാപ്രഭുവായ ഹനുമാൻ സ്വാമി അങ്ങ് ഇത് ഇരുന്ന് കാണുക അശോകവൃക്ഷത്തിൻ്റെ മുകളിലിരുന്ന്. അതേ സമയത്ത് ഈ സീതയെ രാക്ഷസന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമി ആ സമയത്ത് അവിടെ എത്തി. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമായി. സീതാമാതാവിനെ ഉപദ്രവിക്കണമല്ലോ ഈ രാക്ഷസികൾ പോലും സ്ത്രീകളായിട്ട് പോലും കണ്ടു നിൽക്കണമല്ലോ. രാക്ഷസന്മാരെ വധിച്ചു ഹനുമാൻ സ്വാമി. അവിടുന്ന് അങ്ങോട്ട് വലിച്ച് ചാടി ഇറങ്ങി ഓരോന്നിനെ വലിച്ചിട്ട് വധിച്ചു എന്നാണ് പറയണത് ഈ ഹനുമാൻ സ്വാമി.
അങ്ങനെ ദുഃഖത്തിൽ അപ്പോൾ സീതാദേവിക്ക് തനിക്ക് ചുറ്റും യുദ്ധം നടക്കുന്നു, രാക്ഷസന്മാർ മരിച്ചു വീഴണം. രാക്ഷസികൾ ആണെങ്കിൽ വലിയ ഒച്ചപ്പാടും ഭയവും പേടിയൊക്കെ കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെടുന്നു. താനൊരാൾ ഇതിന് കാരണമായില്ലോ, ഞാൻ കാരണം ഇവരും ദുഃഖിക്കുന്നു, എനിക്കാണെങ്കിലും കഠിനമായ ദുഃഖം, എനിക്കിതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു വഴിയില്ല. എൻ്റെ അശോകവൃക്ഷമേ, എനിക്കല്പം അഗ്നി തരൂ, ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ, അഗ്നിയിൽ ദഹിപ്പിക്കട്ടെ ഞാൻ എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് അഗ്നിക്ക് യാചിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഹനുമാൻ സ്വാമിക്ക് സഹിക്കുക വയ്യ. സീതാമാതാവ് സങ്കടപ്പെടുകയല്ലേ. ഈ സമയത്ത് അമ്മയ്ക്ക് എൻ്റെ സ്വാമിയുടെ മുദ്രമോതിരം കണ്ടാൽ മാതാവിനൊരു സമാധാനം ആവൂലോ എന്ന് കരുതി അദ്ദേഹം ശരീരത്തെയൊക്കെ ചെറുതാക്കി സീതാദേവിയെ നമസ്കരിച്ച് ശ്രീരാമസ്വാമിയുടെ മുദ്രാമോതിരം കൊടുത്തു കയ്യിലേക്ക്. സീതാദേവി ഇത് കണ്ടപ്പോൾ ആര്യപുത്രൻ്റെ മുദ്രാമോതിരം, ആര്യപുത്രൻ എവിടെയോ ഉണ്ടല്ലോ, ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടല്ലോ, എന്താ അദ്ദേഹം എൻ്റെ നേരെ വരാത്തെ എന്ന് ചോദിച്ചു തന്നെത്താൻ വിതുമ്പാനും കരയാനും തോന്നി. ആരുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഇത് എൻ്റെ സ്വാമി അമ്മയ്ക്ക് തന്നയച്ചതാണ്, കാണിച്ചു തരാൻ, ഒരു വിശ്വാസം വരാൻ. ഞാൻ ശ്രീരാമദൂതനാണ്, അവിടുത്തെ സങ്കടം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ മുദ്രാമോതിരം തരുവാണ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. എൻ്റെ സ്വാമി വന്ന് അങ്ങയെ കൊണ്ടുപോകും, രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സീതാദേവിയുടെ സങ്കടം മാറ്റിക്കൊടുത്ത അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് സങ്കടമോചനൻ എന്ന പേര് സ്വീകരിച്ചു. ഈ മഹത്വം അറിയാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരാണ് ഉള്ളത്? കോ നഹി, ആരുണ്ട് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ല. അങ്ങ് സങ്കടമോചനൻ എന്ന ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആ കവിതാശകലം ഒന്നുകൂടി അങ്ങോട്ട് പാടാത്രേ ഉള്ളൂ കേട്ടോ. रावण त्रास तपूसिय को सब രാക്ഷസി സോം കഖി സോക്ക് നിവാരോ. രാക്ഷസികളൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. താഹി സമയേ, ആ സമയത്ത് ഹനുമാൻ മഹാപ്രഭു, മഹാപ്രഭുവായ ഹനുമാൻ അവിടെ പറഞ്ഞു, രജനീചരമാരോ. രജനീചരെന്ന് വെച്ചാൽ രാത്രിഞ്ചന്മാർ, രാക്ഷസന്മാരെയൊക്കെ അങ്ങോട്ട് വധിച്ചുമാരോ, തലിക്കൊന്നു വലിയ വൃക്ഷങ്ങളെ കൊണ്ടൊക്കെ. പാകത് അശോകവൃക്ഷത്തോട് സീതാമാതാവ് അല്പം അഗ്നി യാചിക്കുകയാണ്. ദൈ പ്രഭു മുദ്രിക സോക്ക് നീ പാരോ. മാതാവ് സീതാമാതാവ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് വേണ്ടി അഗ്നി യാചിക്കണം കേട്ടപ്പോൾ ഹനുമാൻ സ്വാമി ആ ശ്രീരാമസ്വാമി കൊടുത്തയച്ച മുദ്രാമോതിരം അങ്ങ് കൊടുത്തു. മുദ്രിക സോക്ക് നീ പാരോ. ആ മുദ്രാമോതിരം കണ്ടപ്പോൾ സോക്ക് ദുഃഖം, ശോകം, സീതാദേവിയുടെ ശോകം അങ്ങ് മാറി. കോനഹി ജാനത്ത് ഹേ, ഈ കഥ ആർക്കാണ് അറിയാത്തത്? കോനഹി ജാനത്ത് ഹേ ജഗ്മേ, ഈ ലോകത്ത് ഈ ഹനുമാൻ സ്വാമിയുടെ ഈ മഹത്വം, സീതാദേവിയുടെ ദുഃഖം തീർത്തു കൊടുത്ത ഈ മഹത്വം ആർക്കാണ് അറിയാത്തത്? കോനഹി ജാനത്തെ, ആർക്കാണ് അറിയാത്തത്? കപി വാനരശ്രേഷ്ഠൻ സങ്കടമോചന നാമതിഹാരോ. കപിശ്രേഷ്ഠൻ ഹനുമാൻ സങ്കടമോചന നാമതിഹാരോ, സങ്കടമോചനൻ എന്ന നാമം സ്വീകരിച്ചു, ആ നാമത്തിന് അർഹനായി എന്നാണ് ഈ കവിതാശകലത്തിൽ പറയുന്നത്. ഈ നല്ല രാമായണ മാസകാലത്ത് ഹനുമാൻ്റെ 4ാമത്തെ സങ്കടമോചനാഷ്ടകത്തിൽ 4ാമത്തെ കവിതാശകലവും ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതിലെ പദങ്ങളെല്ലാം തന്നെ ആഞ്ജനേയസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.